ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻസ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. മാജിക് പോട്ടും ബാലരമയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം മാജിക് പോട്ട് എന്നത് മലയാള മനോരമയുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു മാഗസിനാണ്. അതുപോലെ ബാലരമയും മലയാള മനോരമ പബ്ലിക്കേഷൻ്റെ തന്നെയാണ്. ഒത്തിരി മാഗസിൻസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി അല്ലേ. അപ്പോൾ ഈ രണ്ട് മാഗസിൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതിൻ്റെ കവർ പേജും അതിൻ്റെ പേരും എഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റൈലും ഒക്കെ കണ്ടാൽ തന്നെ ആ ടൈറ്റിൽ എഴുതിയിരിക്കുന്ന രീതിയൊക്കെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും ഇത് ഏത് മാഗസിനാണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടും ഏതാണ്? കുട്ടികളുടെ മാഗസിനുകളാണ്. അപ്പോൾ ഇനി ഈ മാഗസിൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഇതിൻ്റെ സവിശേഷതകളും ഇതിൻ്റെ ഉള്ളടക്കവും ഒക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നോക്കാം. These magazines help children to gather knowledge through stories, images, games, puzzles and other fun activities. തീർച്ചയായിട്ടും ഇത്തരം മാഗസിനുകളുടെ ഒരു ഉദ്ദേശം എന്ന് പറയാം ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ആസ് വെൽ ആസ് എൻ്റർടൈൻമെൻറ്റ് ടു ദി ചിൽഡ്രൻ അഥവാ കിഡ്സ് അല്ലെ. ഇൻഫോർടൈൻമെൻ്റ് ആണ് ഇത്തരം മാഗസിനുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻഫോർമേഷനും എൻ്റർടൈൻമെൻറ്റും പ്രൊവൈഡ് ചെയ്യുക കുട്ടികൾക്ക് എന്നുള്ളതാണ്. കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും കളികളിലൂടെയും വളരെ രസകരമായ രീതിയിൽ ആസ്വാദ്യകരമായ രീതിയിൽ അറിവ് സമ്പാദിക്കാൻ കുട്ടികളെ സഹായിക്കുക എന്നതാണ് ഇത്തരം മാഗസിനുകൾ ലക്ഷ്യമിടുന്നത്. These magazines help children improve their imaginative and creative skills. കുട്ടികളുടെ ഭാവനയെ തൊട്ടുണർത്തി അവരുടെ സർഗശേഷിയെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം അതിനകത്ത് കുറേ ഗെയിംസും അതുപോലെ പസിൽസൊക്കെ സോൾവ് ചെയ്യാനായിട്ടുണ്ടാവും. അതെല്ലാം തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഇമാജിനേറ്റീവ് കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ തന്നെ വരയ്ക്കാനും പെയിൻറ്റ് അടിക്കാനും ഒക്കെ കൊച്ചു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. Then the content is designed specifically to instill moral values in children. തീർച്ചയായിട്ടും കുട്ടികളിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഉള്ളടക്കം തയ്യാറാക്കുന്നത്. അവരിൽ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറീസാണ് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഏത് കാറ്റഗറിയാണെന്ന് നോക്കാം. ചിൽഡ്രൻസ് മാഗസിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 3 മാഗസിൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗൃഹലക്ഷ്മി, വനിത ആൻഡ് ഫെമിന. ഗൃഹലക്ഷ്മി എന്നത് വനിത എന്നതും ഫെമിന എന്നതും ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അത് മാത്രമല്ല ആ കവർ പേജും കൂടി കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ധാരണ ശരിയാണ്, നമുക്ക് ഉറപ്പിക്കാം. തീർച്ചയായിട്ടും ഏത് കാറ്റഗറി മാഗസിൻസ് ആണ്? അത് തന്നെ ഇത് വിമൻസ് മാഗസീൻസ് ആണ്. ഗൃഹലക്ഷ്മി എന്നത് മാതൃഭൂമി പുറത്തിറക്കുന്ന ഒരു വിമൻസ് മാഗസിനാണ്. വനിത എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രചാരമുള്ള മാഗസിനാണ്. അതേതാണ്? മനോരമ പബ്ലിക്കേഷൻസിൻ്റെയാണ്. അതുപോലെ മറ്റൊരു മാഗസിനാണ് ഫെമിന എന്നത്. വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന മാഗസിനുകളാണ് ഗൃഹലക്ഷ്മിയും വനിതയും ഫെമിനയും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഏത് ടൈപ്പ് ഏത് കാറ്റഗറിയിൽ വരുന്നു? വിമൻസ് മാഗസിൻ്റെ കാറ്റഗറിയിലാണ് നമ്മളിതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് പരിശോധിക്കാം. ഇറ്റ് കേറ്റേഴ്സ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് വിമൻ. സ്ത്രീകളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുറത്തിറക്കുന്ന മാഗസിനുകളാണ് വിമൻസ് മാഗസിൻ എന്ന് പറയുന്നത്. സോ ദ ടാർഗറ്റ് ഓഡിയൻസ് ആർ വിമൻ. ഇതാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ആരുടെ ഇൻട്രസ്റ്റിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? വിമൻ ഇൻട്രസ്റ്റിനെയാണ്, വിമൻസ് ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മാഗസിനാണ് ഈ ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള 3 അതായത് വിമൻസ് ഇൻട്രസ്റ്റ് മാഗസിൻ. ആ 3 എന്ന് ഞാൻ എടുത്ത് പറഞ്ഞ അതിൻ്റെ മാത്രം പിക്ചേഴ്സ് അവിടെ വെച്ചിട്ടുള്ളൂ. ഇഷ്ടം പോലെ വിമൻസ് മാഗസിനുകൾ ഇന്ത്യയിൽ തന്നെ പുറത്തിറങ്ങുന്നുണ്ട് വേറെയും. ഓക്കെ, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ ഏതൊക്കെ മാഗസിൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. The content reflects the status of women in the society. The content of the women's magazine reflects the role or position of women in the society.
ഒരു സമൂഹത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനം എന്താണ്, സ്ത്രീയുടെ ഒരു പൊസിഷൻ എന്താണ്, അവരുടെ ഒരു സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളടക്കം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നും അഥവാ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ലേഖനങ്ങളിൽ നിന്നും സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Then, success stories of women that find place in these magazines helped improve the morale of women folk. സമൂഹത്തിന്റെ പല മേഖലകളിലുമുള്ള സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നേറിയ വനിതകളെക്കുറിച്ചുമുള്ള ലേഖനങ്ങളെല്ലാം സ്ത്രീ മാഗസിനുകളിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് സ്ത്രീകളുടെ മനോധൈര്യം വളർത്താനായിട്ട് അല്ലെങ്കിൽ മനോവീര്യം വളർത്താൻ സഹായിക്കുന്നവയാണ്. These magazines act as an educator, family counselor, beauty specialist and lifestyle expert. സ്ത്രീകൾക്ക് അറിവ് നൽകാനും അതുപോലെ തന്നെ അവരുടെ മനോധൈര്യം വളർത്തിയെടുക്കാനും ഇത്തരം മാഗസിനുകൾ ശ്രമിക്കുന്നു. സൗന്ദര്യ സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക വഴി അവരുടെ ബ്യൂട്ടി സ്പെഷ്യലിസ്റ്റായും ലൈഫ് സ്റ്റൈൽ എക്സ്പേർട്ടുമായും ഇത്തരം മാഗസിനുകൾ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 മാഗസിൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് MW, മറ്റേത് GQ. MW എന്നത് മാൻസ് വേൾഡ് എന്ന മാഗസിനും GQ എന്നത് ഫോർമർലി നോൺ ആസ് ജെന്റിൽമാൻസ് ക്വാർട്ടർലി. ജെന്റിൽമാൻസ് ക്വാർട്ടർലി എന്നാണ് ഈ ഒരു പീരിയോഡിക്കൽ മുൻപ് അറിയപ്പെട്ടിരുന്നത്. അപ്പം MW എന്നത് ഇറ്റ്സ് എൻ ഇന്ത്യൻ മാഗസിൻ. അതിൻ്റെ ആദ്യത്തെ ഇഷ്യൂ പുറത്തു വന്നത് 2000-ലാണ്, മാൻസ് വേൾഡ് എന്ന മാഗസിൻ്റെ. അപ്പോൾ ഇതൊരു ഇന്ത്യൻ പീരിയോഡിക്കലാണ്. ആൻഡ് ദിസ് മാഗസിൻ ഇസ് ഓൺ എ പാർ വിത്ത് ഇന്റർനാഷണൽ മാഗസിൻസ് ഇൻ ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് കണ്ടന്റ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് GQ എന്നത് ഒരു ന്യൂയോർക്ക് ബേസ്ഡ് മന്ത്ലി, ഇന്റർനാഷണൽ മന്ത്ലി ആണ്. ഇത് 1931 മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു മാഗസിനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് തന്നെ നോക്കുക. MW മാൻസ് വേൾഡ് ആണ്, GQ എന്നത് ജെന്റിൽമാൻസ് ക്വാർട്ടേർലിയുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പേരിൽ നിന്നും അതിൻ്റെ കവർ പേജിൽ നിന്നും നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ടും ഏത് കാറ്റഗറിയിൽ വരുന്നവയാണ്? മെൻസ് മാഗസിനാണ്. ഓക്കെ, അപ്പോൾ മെൻസ് മാഗസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കണം. അതിൻ്റെ കണ്ടന്റ് ഏത് രീതിയിലുള്ളതായിരിക്കും എന്നൊക്കെ പേരിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടും നമുക്ക്. ഇറ്റ് കേറ്റേഴ്സ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് മെൻ. അതായത് പുരുഷന്മാരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാഗസിനാണ് ഇത്. പുരുഷന്മാർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഉള്ളടക്കം തയ്യാറാക്കിയിട്ടുള്ളത്. Articles on fashion, lifestyle, music, food, adventure, travel and such things are featured in these magazines. ഇപ്പോൾ പുരുഷന്മാരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ പറഞ്ഞു. പുരുഷന്മാരുടെ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? ഫാഷൻ, അതുപോലെ തന്നെ നമുക്കറിയാം യാത്ര, ഭക്ഷണം, സംഗീതം, സാഹസികത, അങ്ങനെ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അതിനകത്ത് മെൻസ് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് മെന്നാണ്. അപ്പോൾ അവരുടെ നേച്ചർ ആൻഡ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ് പ്രിപ്പറേഷൻ നടത്തുക. പുരുഷന്മാരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ആ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ ആസ്പദമാക്കിയുള്ള ലേഖനങ്ങളായിരിക്കും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുക. They offer advice and information useful to men on a variety of topics. അതായത് പുരുഷന്മാർക്ക് ഇഷ്ടപ്പെട്ടതും അവർക്ക് അനുയോജ്യവുമായ ഉള്ളടക്കമായിരിക്കും. അതായത് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും, വിവരങ്ങളും എല്ലാം ഇത്തരം മാഗസിനുകൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇൻഫർമേഷനും ഒക്കെയാണ് സാധാരണ ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പം മെൻസ് മാഗസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ളത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാനായിട്ട്. അടുത്ത നോക്കൂ, ഒരു മാഗസിൻ അവിടെ വന്നിട്ടുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ, ദെൻ ഭാഷാപോഷിണി. അപ്പോൾ ഭാഷാപോഷിണി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഇത് മലയാള മനോരമ പുറത്തിറക്കുന്ന ഒരു ഏത് മാഗസിനാണെന്ന് നമ്മൾ പറഞ്ഞത്? ഒരു ലിറ്റററി മാഗസിനാണ്, സാഹിത്യ മാസികയാണ്. അതേപോലെ മറ്റതിൻ്റെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ്, വളരെ എക്സ്പ്ലിസിറ്റ് ആണ് അതിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഒരു ലിറ്റററി മാഗസിനാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ളത്.
അതുപോലെ ഭാഷാപോഷിണി, ഇത് രണ്ടും സാഹിത്യ മാസികകളാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നത് സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്ന ഒരു ഇംഗ്ലീഷ് മാഗസിനാണ്. അതുപോലെ ഭാഷാപോഷിണി ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് മലയാള മനോരമ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ കണ്ടന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകതകൾ: ദേ ആർ ഡിവോട്ടഡ് ടു ലിറ്ററേച്ചർ, അതായത് സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സാഹിത്യമാണ് ഇതിൻ്റെ വിഷയം. ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സാഹിത്യമാണ്. Publish short stories, poems, essays, reviews, interviews with literary persons, profiles of authors and everything related to literature. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ചെറുകഥകൾ, കവിതകൾ, നിരൂപണങ്ങൾ, അതുപോലെ തന്നെ സാഹിത്യ സൃഷ്ടിയുടെ വിമർശനങ്ങൾ, വിമർശനാത്മകമായ വിലയിരുത്തലുകൾ, സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലുകൾ, അവരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങൾ തുടങ്ങി സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം മാഗസിനുകൾ വിഷയമാക്കാറുണ്ട്. They aim at promoting literature. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ലിറ്റററി മാഗസിൻസിൻ്റെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ചാണ് ഇത്തരം മാഗസിനുകൾ പ്രവർത്തിക്കുന്നത്. It serves as a platform for creative writers to express their talents. സാഹിത്യകാരന്മാർക്ക്, പ്രത്യേകിച്ച് പുതിയ എഴുത്തുകാർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനും അതുപോലെ തന്നെ അവരുടെ സൃഷ്ടികൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുമുള്ള ഒരു വേദിയാണ് ഇത്തരം മാഗസിനുകൾ, ലിറ്റററി മാഗസിൻസ് എന്ന് പറയുന്നത്.